ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ വീണ്ടും നമ്മളെ ഒരുമിച്ച് കൂട്ടി ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാൻ, ഒപ്പം വചനം കേട്ട് വചനം കേൾക്കുന്നതിലൂടെ വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് തമ്പുരാൻ്റെ എല്ലാ നിയോഗങ്ങൾക്കും അല്ലെങ്കിൽ തമ്പുരാൻ്റെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പിന്നിലും ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഒരുപാട് ഉദ്ദേശങ്ങൾ നമ്മുടെ ഈ ചെറിയ ബുദ്ധിക്ക് അത് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാകാത്ത ഒരുപാട് ഉദ്ദേശങ്ങളിലൂടെ ആ തമ്പുരാൻ ഓരോ നിമിഷവും ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പം ആ സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുൻപിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് നമുക്ക് കൊടുക്കുക. നമ്മുടെ ബുദ്ധീനെ നമുക്ക് അടിയറ വയ്ക്കാം. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സമയം, സ്ഥലം, കാലം ഒന്നും ഇല്ല. ഏത് മൊമെൻറ്റിലും എവിടെ ഇരിക്കുന്ന വ്യക്തിയിലും ഏത് സാഹചര്യത്തിലും ഇടപെടാൻ പറ്റുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ, അതിനു വേണ്ടി ദൈവത്തിൻ്റെ വചനം കേട്ട് വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഫലം നമ്മൾ ആർക്കൊക്കെ നിയോഗം വയ്ക്കുന്നുവോ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് അതെത്തിക്കും. ആ പൂർണ്ണ വിശ്വാസത്തോടെ നമുക്കിവിടെ ആയിരുന്നു കൊണ്ട് തമ്പുരാൻ്റെ വചനം കേൾക്കാം. ഞാൻ ഈ ദിവസങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, നാട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ പോയി ഇറ്റലിയിൽ ഞങ്ങളുടെ മദർ ഹൗസാണ്, അവിടെ പോയി തിരിച്ചു വന്ന് ഒരു സ്ഥലത്ത് ഞാൻ ഒരു ചെറിയ ക്ലാസ് കൊടുക്കാനായിട്ട് പോയി. അത് കാറ്റീസം തുടങ്ങുന്ന ദിവസമാണ്. അപ്പോൾ അവിടുത്തെ അച്ഛനെൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ആ കുർബാനയിലുണ്ടായിരുന്നു, കുട്ടികൾക്ക് അവരുടെ കാറ്റീസത്തിൻ്റെ അസംബ്ലി കഴിയുമ്പോൾ പ്രവേശനോത്സവമാണെന്ന്, അത് കഴിഞ്ഞ ക്ലാസ്സുകളില്ല, അപ്പോൾ സിസ്റ്റർ അവരോട് കുറച്ച് നേരം സംസാരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം ഞാൻ അങ്ങനെ കിട്ടുന്ന ഒരവസരവും കളയാറില്ല. കാരണം തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ പറ്റുന്ന നിമിഷം ഞാൻ സന്നദ്ധയല്ല അല്ലെങ്കിൽ ഒരുങ്ങിയിട്ടില്ല അങ്ങനെ പറഞ്ഞ് മാറാൻ പാടില്ല. ദൈവമാണ് എന്നെ എടുത്ത് ഉപയോഗിക്കുന്നത്. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ചെയ്യാം. അപ്പം എന്നോട് സമയം പറഞ്ഞു. അങ്ങനെ ഞാൻ ഹൈസ്കൂൾ, അതായത് 7 തുടങ്ങിയുള്ള കുട്ടികളെ ഇരുത്തിയ, +2 വരെയുള്ള കുട്ടികളെ എൻ്റെ മുൻപിൽ ഇരുത്തിയ. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ സംസാരിക്കുമ്പോഴില്ലേ എൻ്റെ മനസ്സിലേക്ക് ഫീൽ ചെയ്യുന്നത്, ഈ റബ്ബർ പന്ത് എറിഞ്ഞിട്ട് അതേ സ്പോട്ടിൽ തിരിച്ചു വരില്ലേ, അതുപോലെ അത്രയ്ക്ക് ഭാരം ഫീൽ ചെയ്യണു. എൻ്റെ മുമ്പിൽ നല്ല പ്ലസൻ്റായിട്ട് അവരെല്ലാം ഇരിക്കണേ, നല്ല പ്ലസൻ്റായിട്ടിരിക്കണേ. പക്ഷേ എനിക്ക് അവിടെ നിന്ന് പറയുമ്പോൾ തിരിച്ചു വരുന്നത്, എറിഞ്ഞ പന്ത് അതേ സ്പീഡിൽ തിരിച്ചു വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ചോദിച്ചത്, എന്താ ഇതുപോലെ ഭാരം ഫീൽ ചെയ്യുന്നു, പക്ഷേ അവരെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. അന്ന് ആ ക്ലാസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഞാൻ പറയുമ്പോൾ അവിടെ തമ്പുരാൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യായിരുന്നു. അത് അവർക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ സാധാരണ കുട്ടികൾക്ക് ഞാനൊരു പുസ്തകത്തിൽ വായിച്ച് കേട്ടതാ, വിശുദ്ധ കുർബാനയിൽ നേരത്തെ പള്ളിയിൽ വരണം കുട്ടികൾ, നമ്മളതിൽ നേരത്തെ എത്തണം. കാരണം നമ്മളെ പള്ളിയുടെ ഉള്ളിലേക്ക് ആനയിക്കാനായിട്ട് പരിശുദ്ധ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ആ വാതിലിൻ്റെ അവിടെ പരിശുദ്ധ അമ്മയെ നിൽക്കണേ. നമ്മളെ അമ്മയുടെ നീല അങ്കി കൊണ്ട് പൊതിഞ്ഞ് ആ ദൈവാലയത്തിലേക്ക് കയറ്റി നമ്മളായിരിക്കുന്ന ഇടത്ത് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ നിൽക്കണേ. ഞാൻ ഈ കാര്യങ്ങളെ ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണേ. പക്ഷേ പന്തെറിയണ പോലെ തിരിച്ചു വരുന്നുണ്ടെങ്കിലും പറയുമ്പോൾ അവിടെ എനിക്ക് അത് പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ മനസ്സ് ഇടറിയിട്ടാണ് ഞാൻ പറയണേ അവരോട്, പക്ഷേ പന്ത് തിരിച്ച് വരാം. അങ്ങനെ ഒരു അനുഭവം ഈ കഴിഞ്ഞ മുൻപത്തെ ആഴ്ചയെന്ന് തോന്നുന്നു സൺഡേയിൽ വന്നു. അപ്പം ഞാനത് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോന്നപ്പോൾ കുട്ടികൾ സന്തോഷമായി തിരിച്ചു പോയി. അരമണിക്കൂറേ പറഞ്ഞുള്ളൂ, അതിൽ കൂടുതൽ പറഞ്ഞ് അവർക്ക് ബോറടിക്കുമല്ലോ വിചാരിച്ച് കറക്റ്റ് സമയം പാലിച്ച് ഞാൻ പോന്നു. അത് കഴിഞ്ഞിട്ട് ഈ അനുഭവം എൻ്റെ നിന്ന് പോയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചു വരണേ? അങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മനസ്സിൽ. ആ സമയത്ത് തന്ന ഒരു വചനഭാഗമാണ് കൊറിന്തോസുകാരുടെ ലേഖനം. അതിൽ 2 കൊറിന്തോസിൻ്റെ 4-ാം അധ്യായത്തിലെ 4-ാം വാക്യം. 2 കൊറിന്തോസ് 4-ാം അധ്യായം 4-ാം വാക്യം എനിക്ക് ബൈബിൾ വചനം കാണിച്ചു തന്നു. അപ്പം ഞാനത് നോക്കി കണ്ടുപിടിക്കുക ഏതു ഭാഗത്താണെന്ന്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു.
തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അവർക്ക് ദൃശ്യമല്ല. ഈ ലോകത്തിൻ്റെ ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കൊടുക്കുന്ന തമ്പുരാൻ്റെ വചനം അല്ലെങ്കിൽ ദൈവികമായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ അത് അതേ സ്പോട്ടിൽ തിരിച്ച് വന്നത്. അത് വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം ഈ വചനം. കാരണം എന്താ, ഈ ലോകത്തിൻ്റെ അധിപൻ അവിശ്വാസികളായ കാറ്റിസം പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടികളാണ് കേട്ടോ. അവരൊരിക്കലും അവിശ്വാസികളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അവിശ്വാസം എന്ന് ഇവിടെ വചനത്തിൽ പറഞ്ഞു. തമ്പുരാൻ്റെ മുൻപിലിരുന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, വിശുദ്ധ കൂദാശകളൊക്കെ സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മളെ നോക്കി പറയുന്ന ഒരു വാക്കാ അവിശ്വാസികൾ. അവിശ്വാസികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വേദനയോടുകൂടി നമ്മെ നോക്കി വിളിക്കുന്നൊരു വാക്കാ അവിശ്വാസികൾ. അതുപോലെ ഇന്ന് നമ്മുടെ മക്കൾ, നമ്മുടെ യൂത്ത് നമ്മുടെ പള്ളികളിൽ പോയിരിക്കുന്നത്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്, കുമ്പസാരം അങ്ങനത്തെ വിശുദ്ധ കുദാശകൾ സ്വീകരിക്കുന്നത് ആരാലൊക്കെ നിർബന്ധിക്കപ്പെട്ട അവർ പോണത്. വീട്ടുകാർ അല്ലെങ്കിൽ കാറ്റിസം ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സ്, അച്ഛന്മാർ ഇവരെല്ലാവരും പറയുന്നത് കൊണ്ട് അവർ മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കും. സൺഡേയിൽ വിശുദ്ധ കുർബാനയ്ക്ക് നേരത്തെ വരും. ചിലപ്പോൾ പ്രസംഗം കഴിഞ്ഞിട്ടായിരിക്കും എത്തുക, എന്നാൽ അവർ സൺഡേയിൽ വരും, കാറ്റിസം ക്ലാസ്സിലിരിക്കും. ഇതാണ് ഇന്ന് നമ്മുടെ ക്രിസ്ത്യൻ തലമുറയുടെ അവസ്ഥ, നമ്മുടെ മക്കളുടെ യുവജനങ്ങളുടെ അവസ്ഥ. എന്നിട്ട് നമ്മൾ പറയില്ലേ, 12ാം ക്ലാസ് വരെ കാറ്റിസം പഠിച്ച കുട്ടികളാ, എന്തുകൊണ്ടാണ് ഈശോനെ ഉപേക്ഷിച്ച് പോണേ? മതത്തിലേക്ക് കല്യാണം കഴിച്ചു പോകണം, ലവ് അഫെയറിൽപ്പെട്ട്. ഈസി ആയിട്ട് അവർ ചെറുപ്പത്തിലേ തുടങ്ങി 12ാം ക്ലാസ് വരെ എന്ന് വെച്ചൊരു 17 വയസ്സ് 18 വയസ്സ് വരെ അവർക്ക് കിട്ടിയ വിശ്വാസം അവരിട്ടിട്ട് പോകണം. എന്നിട്ട് നമ്മളെ തന്നെ ഇങ്ങനെ പറയും, കാറ്റീസം പഠിപ്പിക്കുന്നത് ശരിയല്ലാഞ്ഞിട്ടാ, അല്ലേ? വൈദികർ, സിസ്റ്റേഴ്സ് ശരിയല്ലാഞ്ഞിട്ടാ. അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് തെറ്റുപറ്റുന്നതെന്ന്. പക്ഷേ ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നമ്മുടെ തലമുറേനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിക്കുന്ന പേരാ അവിശ്വാസികൾ. അങ്ങനെ അവിശ്വാസികളാണെങ്കിൽ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നത് ആരാ? ഈ ലോകത്തിൻ്റെ ദേവൻ, ഈ ലോകത്തിൻ്റെ ദേവന്മാർ, ഈ ലോകത്തിൻ്റെ അധിപന്മാർ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാലോ ഈ ലോകത്തിൻ്റെ ദേവന്മാർ, അധിപന്മാരൊക്കെ ആരാ? ദേവനാണ്, അധിപനാണെന്ന് പറഞ്ഞാൽ ആരും ഇരിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സാധനങ്ങൾ, കുട്ടികൾ ഉപയോഗിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണ്, അല്ലേ? നമ്മൾ എൻജോയ്മെൻറ്റിന് വേണ്ടി പോകുന്ന സ്ഥലങ്ങൾ, ഭക്ഷണം, അതായത് നന്നായി ആസ്വദിച്ച് കഴിക്കാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്ന കടകൾ, അവിടുത്തെ ഫുഡുകൾ, ഇതൊക്കെയാണ് ഇന്ന് ഈ ലോകത്തിൻ്റെ അധിപന്മാർ. ഇവരാണ് നമ്മുടെ മക്കളുടെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്നത്, നമ്മെ ഓരോരുത്തരെയും കീഴടക്കിയിരിക്കുന്നത്. അങ്ങനെ കീഴടക്കിയിരിക്കുന്ന മക്കളുടെ മുൻപിലേക്ക് നമ്മൾ കൊടുക്കുന്ന വചനം, നമ്മൾ കൊടുക്കുന്ന വിശുദ്ധ കുർബാന, നമ്മൾ കൊടുക്കുന്ന കൂദാശകൾ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. വിശുദ്ധമായത് നായക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞു നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. 2 കൊരിന്തോസ് 4:4 വചനപ്രകാരം മനസ്സ് അന്ധമായിരിക്കുന്ന മക്കളുടെ മുൻപിലേക്ക് നമ്മൾ കൊടുക്കുന്ന ദൈവികമായ കാര്യങ്ങളെല്ലാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 6-ാം വചനം, നമ്മളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കണേ. അതുകൊണ്ടാണ് അവിടെ വചനം പറഞ്ഞപ്പോൾ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൊടുത്ത സ്പോട്ടിൽ തിരിച്ചു വന്നടിച്ചത്. പരിശുദ്ധാത്മാവ് തന്നൊരു ബോധ്യം അത്. ഇന്ന് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ദൈവികമാണ്. വിശുദ്ധ കുർബാനയുടെ പവർ അന്നും ഇന്നും ഒരുപോലെ. അന്ന് നമ്മുടെ ഈശോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം കുരിശുമരണം വഹിച്ച് രക്ഷ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ദിവ്യബലികളിലും അത് അതിൻ്റെ പൂർവാധിക ശക്തിയോടുകൂടി നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഓരോ വിശുദ്ധ ബലിയിലും നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് 17 വയസ്സ് വരെ ഈശോനെ സ്വീകരിച്ച മക്കൾ, വിശ്വസിച്ച മക്കൾ, കാറ്റഗിസം പഠിച്ച മക്കൾ തിരിച്ചു പോകുന്നു? ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിനുള്ളൊരു ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ.
അന്ധമായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ അധിപന്മാരാൽ ദേവന്മാരാൽ അന്ധമാക്കപ്പെട്ട ഈ ലോകത്തിൻ്റെ പുതിയ പുതിയ ജനറേഷൻ്റെ പ്രവണതകൾ കൊണ്ട് അന്ധമാക്കപ്പെട്ട നമ്മുടെ മക്കളുടെ മുൻപിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് പന്നികളുടെ മുൻപിലേക്ക് മുത്ത് ഇട്ടുകൊടുക്കുന്നത് പോലെയാണ്. അതാ ഇന്ന് നമ്മുടെ ലോകത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ പറയണത് ഇങ്ങനെയാണ്, ന്യൂ ജനറേഷനാണ്, അവർക്ക് കേട്ടിരുന്നാൽ പറ്റില്ല, കണ്ടാലേ പറ്റുള്ളൂ അല്ലേ? കേട്ടിരുന്നാൽ പറ്റില്ല, അവർ കാണണം. പിന്നെ ക്ലാസ്സുകളൊക്കെ ICT സാധ്യത ഉപയോഗിച്ച് ചെയ്താലേ അവരുടെ മനസ്സിൽ കയറുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇന്ന് നമ്മുടെയൊക്കെ കണ്ടുപിടുത്തങ്ങൾ. അതിനെയൊന്നും ഞാൻ എതിർക്കുന്നില്ല. അതൊക്കെ സാധ്യത, ലോകം വളരുന്നതനുസരിച്ച് നമ്മൾ സാധ്യതകൾ ഉയർത്തും, അത് സാധ്യതയാണ്. പക്ഷേ ഈ ICT ഇല്ലാത്തതൊന്നുമല്ല നമ്മുടെ മക്കൾക്ക് ദൈവികമായ കാര്യങ്ങൾ കയറാത്തതിൻ്റെ കാരണം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വചനത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, അവർ പങ്കെടുക്കുന്ന ദിവ്യബലിക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല, അവർ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന അല്ലെങ്കിൽ വിശുദ്ധ കുമ്പസാരം ശക്തിയില്ലാഞ്ഞിട്ടല്ല. അതിനു മുൻപ് ഈ 2 കൊറിന്തോസ് 4:4 വചനം സംഭവിച്ചു കഴിഞ്ഞു. അതാ ഇന്ന് നമ്മുടെ മക്കൾ ഇങ്ങനെ ഇട്ടു പോണത്. അപ്പോൾ കാരണം തിരിച്ചറിയാന്നുള്ളതാണ് നമ്മുടെ ആദ്യം ചെയ്യേണ്ട കാര്യം. നമ്മൾ തിരിച്ചറിഞ്ഞു കാരണം നമ്മുടെ മക്കളുടെ മനസ്സ് ഈ ലോകത്തിൻ്റെ അധിപന്മാർ കീഴടക്കിയേക്കാം. ഇനി അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ളതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. അച്ഛൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞില്ലേ, പരിഹാരം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുക. എന്താ ആ പ്രാർത്ഥന? വിശുദ്ധ ബ്രിജിത്ത പുണ്യവതിക്ക് വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥന. ആ പ്രാർത്ഥന ഒരു ദിവസം ചൊല്ലിയ 100 ദിവസത്തെ ദണ്ഡവിമോചന. അപ്പോൾ ഒരു ദിവസം ഒരെണ്ണം മാത്രം ചൊല്ലിയ നമുക്ക് കിട്ടുമോ അത്? ആ പ്രാർത്ഥന മുഴുവനും 15 പ്രയർ ഒരു ദിവസം ഞാൻ ഇരുന്ന് ചൊല്ലുമ്പോൾ എനിക്ക് 100 ദിവസത്തെ ദണ്ഡവിമോചന കിട്ടണത്. അങ്ങനെ കിട്ടണ പ്രാർത്ഥനകൾ, അതുപോലെ ചെയ്യാൻ പറ്റാവുന്ന പരിഹാരങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ മക്കൾ വളരാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഈ നിയോഗങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ ദൈവാലയങ്ങളിലേക്ക് കാറ്റീസകത്തിനായിട്ട് പോകുമ്പോൾ അവരുടെ മനസ്സ് തുറക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്നും ഇന്നും ഒരുപോലെ. ഈ സാധ്യതകളൊന്നുമില്ലാത്ത കാലത്ത് നമുക്കറിയാം, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദാനിയേൽ പ്രവാചകനെ സിംഹക്കുഴിയിലേക്ക് ഹബകുക്ക് പ്രവാചകനെ കൊണ്ട് ഭക്ഷണം കൊടുപ്പിക്കുന്നുണ്ടല്ലേ, വായുവേഗത്തിലാണ് കൊണ്ടുപോയത്. അതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അന്ന് ഈ സാധ്യതകളൊന്നും ഇല്ലല്ലോ, ഫ്ലൈറ്റൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പോഴേ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന് നൂതന വിദ്യകൾ സാധ്യതകൾ വന്നതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് സാധ്യതകളില്ലാത്തത് കൊണ്ട് കാറ്റിസം കുട്ടികൾ ശരിക്കും പഠിക്കുന്നില്ല, വിശ്വാസത്തിൽ വളരുന്നില്ല എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഈ സാധ്യതകൾ ഉപയോഗിക്കുമ്പോൾ അതിനോട് കൂടെ അതിനെ ശക്തമാക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പരിഹാരം ചെയ്തുള്ള പ്രാർത്ഥന മാതാപിതാക്കന്മാരുടെ തലമുറകൾക്ക് വേണ്ടി പരിഹാരം ചെയ്തുള്ള പ്രാർത്ഥന മാതാപിതാക്കളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ഉയരണം. ഈ മക്കളപ്പോൾ ദൈവാലയത്തിലേക്ക് കാറ്റിസം ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ, ദിവ്യബലിക്ക് പോകുമ്പോൾ അവിടെ ദൈവാലയത്തിൽ അവരെ കാറ്റിസം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും. അവർക്ക് കടമയുണ്ട്. വരണ മക്കളുടെ മനസ്സിൻ്റെ കെട്ടഴിക്കാൻ പ്രാർത്ഥിക്കണം. പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് വേണം അവർ കാറ്റിസം പഠിപ്പിക്കാൻ ചെല്ലേണ്ടത്. അതുപോലെ ഇടവകയിൽ വൈദികർ ദിവ്യബലി അർപ്പിക്കുമ്പോൾ അവരും ആ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല, വൈദികർ വിശുദ്ധ കുർബാനയ്ക്ക് ആ നിയോഗം വെച്ച് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ശക്തമാക്കാനായിട്ട് എനിക്ക് മനസ്സിൽ തോന്നിയതാ. ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ആ കാറ്റിസം ക്ലാസ്സിൽ സംസാരിച്ചതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായ. കാറ്റിസത്തിൻ്റെ അസംബ്ലി കഴിയുമ്പോൾ ഈ മക്കളെയൊക്കെ ശരിക്കും അവിടുത്തെ ഇടവക വൈദികർ ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിച്ചിട്ട് ടീച്ചേഴ്സിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്താൽ ഈ മക്കളുടെ ഹൃദയം തുറക്കും, മനസ്സ് തുറക്കും, പറയണത് കയറും. ദിവ്യബലിയിൽ അവർ ഈശോനെ അനുഭവിക്കും, ഈശോനെ കാണും, പിന്നെ അവരിട്ടു പോവില്ല. അതുകൊണ്ട് ഒരു സാധ്യതകളെയും നമ്മൾ കുറ്റപ്പെടുത്തണ്ട. അതൊന്നുമല്ല നമ്മുടെ മക്കൾ നശിച്ചു പോകണതിൻ്റെ കാരണം. നമ്മളിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥന നടക്കാത്തത് കൊണ്ട്. ഞങ്ങൾ വിശുദ്ധ നാട്ടിൽ പോയപ്പോൾ ക്ലാര പുണ്യവതിയുടെ മരിച്ച സ്ഥലം പോയി കണ്ടായിരുന്നു. അവിടെ കണ്ടപ്പോൾ, ഇറ്റലി പോയപ്പോൾ കൊണ്ടുപോയി കാണിച്ചതാണ്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ക്ലാര പുണ്യവതി മരിച്ചു കിടന്ന സ്ഥലം, ആ
റൂം കാണിച്ചു. അവിടെ ചുമരിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചാണ് സ്ക്രീനിൻ്റെ ഇതിൽ. എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ പറഞ്ഞു തന്നപ്പോൾ അവിടെ ഒരു കപ്പുച്ചിൻ ഫാദർ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്: ക്ലാര പുണ്യവതി ഈശോനെ, അതായത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാതെ വയ്യാതെയായി കിടന്ന സമയത്ത് ഈശോനെ കാണാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചപ്പോൾ ആ ചുമരിലാണ് കാണിച്ചു കൊടുത്തത് സ്ക്രീൻ. അതുകൊണ്ട് അവിടെ പള്ളിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ സ്ക്രീനിൽ ചുമര് സ്ക്രീനാക്കി ദൈവം പരിശുദ്ധാത്മാവ് വന്ന് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ക്ലാര പുണ്യവതി ടെലിവിഷൻ്റെ മധ്യസ്ഥയാണ് ആണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റും. എത്ര സാധ്യത ഉണ്ടായാലും, എത്ര പുതിയ സാധ്യത വന്നാലും, അത് എത്ര അന്ധകാരത്തിൻ്റെ കീഴിലാണ് എന്ന് നമ്മൾ പറഞ്ഞാലും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് കാറ്റിസം ക്ലാസ്സുകളിൽ നൂതന മാർഗങ്ങൾ കയറ്റുക എന്നുള്ളത് നല്ലത്, പിടിച്ചിരുത്താൻ. അതിൻ്റെ ഒപ്പം മാതാപിതാക്കൾ, കാറ്റിസം ടീച്ചേഴ്സൊക്കെ ചെയ്യേണ്ടത് തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവർ നിറയാൻ നമ്മൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക. വൈദികരും സിസ്റ്റേഴ്സും എല്ലാം. കാരണം ഒരു ഇടവകയിൽ ഒരു കുട്ടി വേറെ മതത്തിൽ പോയി ഈശോനെ ഉപേക്ഷിച്ച് പോയി, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ ഉത്തരവാദികൾ അവിടുത്തെ എല്ലാവരും, ആ വീട്ടുകാർ മാത്രമല്ല, ആ ഇടവകയിലെ എല്ലാവരും, അവിടുത്തെ സിസ്റ്റേഴ്സ്, അവിടുത്തെ അച്ഛൻ, എല്ലാവരും തമ്പുരാൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കണം. ഒരാത്മാവ് നഷ്ടപ്പെട്ട നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് സാഹചര്യം നല്ലതല്ല, നല്ല രീതിയിൽ കുട്ടികളിലേക്ക് വിശ്വാസം എത്തിക്കാൻ പറ്റുന്നില്ല, ഇതൊന്നും ഒരു റീസൺ അല്ല. തമ്പുരാൻ്റെ ഈ വചനപ്രകാരം അവരുടെ മനസ്സ് അന്ധമായിരിക്കുന്ന മേഖലകളെ നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിച്ച് മാറ്റാനുള്ള കൃപ എല്ലാ വൈദികർക്കും തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും സാധാരണ രീതിയിൽ എല്ലാവർക്കും ചെയ്യാം. വൈദികർക്ക് കൂടുതൽ അഭിഷേകത്തോടുകൂടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആ മക്കളെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാറ്റിസം ക്ലാസ്സിലേക്ക് വിടുമ്പോൾ, അവരെ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സ് ത്യാഗം ചെയ്ത് ഒരുങ്ങി വരുമ്പോൾ, അവർ കാറ്റിസത്തിന് പോകാൻ വേണ്ടി പാരൻസ് ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സ് തുറക്കും, ദൈവിക കാര്യങ്ങൾ കയറും. അവർ ഈശോനെ ഉപേക്ഷിച്ച് പോവില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഇത് നമ്മൾ ചെയ്യേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു, അതിക്രമിച്ചു പോയി. കാരണം നമ്മുടെ തലമുറ നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഇപ്പോൾ യൂറോപ്യൻ നാടുകളിൽ ചെല്ലുമ്പോൾ എല്ലാ പ്രായമായവരും മാത്രമേ ഉള്ളൂ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ. അവിടെ എല്ലാ പള്ളികളിലും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. 24 hours ദിവ്യകാരുണ്യമുള്ള പള്ളികളുണ്ട്. പക്ഷെ അവിടെയെല്ലാം വയസ്സായവർ മാത്രമേ ഉള്ളൂ, യൂത്തില്ല. അത് യൂറോപ്പിൽ. ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയി തുടങ്ങി. ഇന്ന് നമ്മുടെ മക്കൾ ഇരിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ വിളിക്കുന്ന പേര് അവിശ്വാസികൾ എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ പള്ളികളിൽ, നമ്മുടെ കൂദാശകളിൽ അവർ പങ്കെടുക്കുമ്പോൾ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇനി അവർ സാന്നിധ്യം കൊണ്ട് ഇല്ലാതാകാൻ അധിക കാലഘട്ടമൊന്നും ഇല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ കാര്യം തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ആരിലൂടെയൊക്കെയാണ് അവർക്ക് വിശ്വാസം കിട്ടുന്നത്, ആരിലൂടെയാണോ അവരുടെ വിശ്വാസം ശക്തിപ്പെടേണ്ടത്, അതവിടെ സംഭവിക്കും. ഇനി പ്രാർത്ഥിക്കുന്ന നമ്മൾ, ഇപ്പം ഞാൻ സിസ്റ്ററാണ്, ഞാനും കാറ്റിസം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, പഠിപ്പിക്കുന്ന അധ്യാപകർ, പാരൻസ് എല്ലാവരും തമ്പുരാൻ്റെ ഒരു വചനോട് ഞാൻ എപ്പോഴും ഓർക്കും. സംഖ്യ 23:23 യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. എന്തെങ്കിലും ദൈവം പ്രവർത്തിച്ചത് കാണുവിനെന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത്. കാരണം നമ്മൾ എന്ത് കാര്യം സംഭവിക്കുമ്പോഴും പറയും യാക്കോബിന് ആഭിചാരം ഏൽക്കില്ല, ഇസ്രായേലിന്. പക്ഷെ അതിക്ക് മുമ്പ് കുറേ കാര്യങ്ങളുണ്ട്. യാക്കോബായിരിക്കണം ആഭിചാരം ഏൽക്കാതിരിക്കണമെങ്കിൽ. എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ എൻ്റെ തമ്പുരാൻ്റെ യാക്കോബാ, ഞാൻ എൻ്റെ തമ്പുരാൻ്റെ ഇസ്രായേലാണെന്ന്? യാക്കോബ് ഇസ്രായേലിന് അവർക്കുള്ള സ്ഥാനം ഞാനിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമ കാലഘട്ടത്തിലൂടെ പോയാൽ ഒരുപാട് വീഴ്ച വന്നിട്ടുണ്ട്. പക്ഷേ തമ്പുരാനോട് ചേർന്നവർ ഇരുന്നിട്ടുണ്ട്. തമ്പുരാനോട് ചേർന്നിരിക്കുമ്പോൾ പറയുന്നതാ യാക്കോബിന് ആഭിചാരം ഏൽക്കില്ല, ഇസ്രായേലിനെതിരെ. യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല. അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ട്, രാജാവിൻ്റെ അട്ടഹാസം അവരുടെ ഇടയിൽ മുഴങ്ങുന്നു. യാക്കോബിൽ തിന്മ കണ്ടില്ല. ഒന്നും കൂടി ആ വചനം വായിക്കി.
യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല. അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ട്. ഈ വചനം സംഭവിക്കണമെങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ട്. യാക്കോബിൽ തിന്മ കണ്ടില്ല. അതുകൊണ്ട് വചനം എടുത്തുപയോഗിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കണം, ഈ വചനം എനിക്ക് എങ്ങനെയാണ്, ഞാൻ ദൈവത്തിൻ്റെ യാക്കോബാണോ, ഞാൻ ദൈവത്തിൻ്റെ ഇസ്രായേലാണോ എന്ന്. അത് ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലാ നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്ത് നമ്മുടെ തലമുറ വരുള്ളൂ, നമ്മുടെ മക്കൾ നിൽക്കുള്ളൂ. ഇത് നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനം രണ്ട് രീതിയിൽ. എന്നിട്ട് നമ്മൾ പറയും സാധ്യതകൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് കുട്ടികൾക്ക് വിശ്വാസം കിട്ടാത്തത്, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകുന്നത്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്നേ, ഇതൊന്നും ഇല്ലാത്ത കാലത്തും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ദാനിയേലിന് ഭക്ഷണം കൊടുക്കാൻ ഹബക്കൂക്ക് പ്രവാചകനെ കൊണ്ടുപോയി, വായുവേഗത്തിൽ കൊണ്ടുപോയി, ക്ലാരപുണ്യവതിക്ക് ടെലിവിഷൻ കാണിച്ച് അതെല്ലാം കാണിച്ചു കൊടുത്തു. അന്നേ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ട് സാധ്യതകളൊന്നും ഇല്ലാത്തപ്പോൾ. അതേ ശക്തിയിൽ ഇന്നും പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ സാധ്യതകൾ എത്ര വളർന്നാലും എത്ര വളർന്നില്ലെങ്കിലും നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ തലമുറേനെ തിരിച്ചു പിടിക്കാൻ, നമ്മുടെ മക്കളെ തിരിച്ചു പിടിക്കാൻ, നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതിന് സാധിക്കണമെങ്കിൽ യാക്കോബായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം, നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കണം, വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. വചനം പറയുന്നവർ മാത്രമാകാതെ അനുഷ്ഠിക്കുന്നവരല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർ, പ്രാവർത്തികമാക്കുന്നവരും കൂടി നമ്മളായി മാറണം. അങ്ങനെയായി മാറുമ്പോഴാണ് ജ്ഞാനം 6:10 വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി ചെയ്യുന്ന വിശുദ്ധരാവും. നമ്മുടെ മക്കൾ വിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, കാറ്റിസം ക്ലാസ്സിൽ പോകുന്നുണ്ട്, പക്ഷേ വിശുദ്ധരാകുന്നില്ല, ഈശോനെ ഉപേക്ഷിച്ചാണ് പോണത്. ഇതൊക്കെ ഈ വിശുദ്ധ വചനം വിശുദ്ധിയോടുകൂടി ജീവിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോഴാണ് അവിടുത്തെ ദിവ്യബലിയുടെ വിശുദ്ധിയിൽ നമുക്ക് പങ്കുകാരാവാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ദിവ്യബലി കാണുന്നതിൻ്റെ ആ പവറ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് ലോകത്തിൻ്റെ തിന്മയുടെ മുൻപിൽ സക്കറിയ 2:5 വചനമില്ലേ, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ മഹത്വമായിരിക്കും. വിശുദ്ധ കുർബാന കണ്ട് ഞായറാഴ്ച കാറ്റിസം ക്ലാസ്സിൽ പഠിച്ച് ഞാൻ പോകുമ്പോൾ, എൻ്റെ മകൻ എൻ്റെ മകൾ പോകുമ്പോൾ ലോകത്തിൻ്റെ തിന്മയിലേക്ക് അവന് അല്ലെങ്കിൽ അവൾ ഇറങ്ങി നടക്കണേ. അപ്പോൾ സക്കറിയ 2:5 വചനത്തിൻ്റെ അഭിഷേകം ആ മകൾക്ക് ലഭിക്കണമെങ്കിലേ വിശുദ്ധമായവ ഞാൻ 6:10 വചനം സംഭവിച്ചിട്ടുണ്ടാവണം, ഞാൻ 6:10 സംഭവിച്ചിട്ടുണ്ടാവണം. ജ്ഞാനം 6:10 സംഭവിക്കണമെങ്കിൽ 2 കൊറിന്തോസ് 4:4 അഭിഷേകം, അതിനുള്ള ആ വചനപ്രകാരം ആ ഏതൊക്കെ മേഖലയിൽ ഒരു മകനോ മകൾക്കോ തടസ്സമുണ്ടോ ആ തടസ്സമൊക്കെ മാറിയിരിക്കണം. ഇത് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ റബ്ബർ പന്ത് എറിഞ്ഞ പോലെ ആയിരിക്കും മക്കളെ ഉപദേശിക്കുന്നത്. ഇന്ന് ഒരു മക്കൾക്കും ഇഷ്ടമല്ല പറയണത്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടു, ഒരു BCom സെക്കൻഡ് ഇയർ പഠിക്കുന്ന മകനാണ്. അപ്പനും അമ്മയും പറഞ്ഞു, നീ ഇന്ന് പോകരുത്, ടൂറ് പോവാണ് ഫ്രണ്ട്സ് കൂടി, നീ ഇന്ന് പോകരുത്. കേട്ടില്ല, പോയി. ദൈവം ഇനി ഈ മകൻ പോയപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, തമ്പുരാനായിട്ട് തിരുത്തട്ടെ. മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്നില്ല അവർ. ഇനി ഇവരനുസരിക്കുന്നില്ലാത്തതിന് നമുക്കവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവരുടെ മനസ്സിൻ്റെ അധിപന്മാർ അനുസരണക്കേടിൻ്റെ അധിപന്മാരായിരിക്കും അല്ലേ. അതുകൊണ്ട് നമുക്കവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ നീയായിട്ട് തിരുത്തി കൊടുക്കണേ. കാരണം ഇങ്ങനെ ഇരിക്കുന്ന മക്കളോട് നമ്മൾ പറയുന്ന വചനം, നമ്മൾ കൊടുക്കുന്ന ഉപദേശം എല്ലാം എന്തായിരിക്കും, റബ്ബർ പന്ത് പോലെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മകൻ്റെ ഒരു പ്രത്യേകത, ആ മകൻ്റെ അമ്മയുടെ അമ്മാമ്മ ഇരുന്ന് ഫുൾ ടൈം കൊന്ത ചെല്ലും. ഈ കൊച്ചു പുറത്തേക്ക് പോയാൽ പിന്നെ അമ്മാമ്മ വെക്കില്ല. അതുകൊണ്ട് എന്താ, അവൻ എല്ലാവിടെയും പോയി സുഖമായി തിരിച്ചു വരും. എന്നിട്ട് അവൻ പറയേ, ഇപ്പോൾ ഒന്നും പറ്റിയില്ലല്ലോ. പപ്പനോടും മമ്മിയോടും അവൻ ചോദിക്കണ ചോദ്യം, ഞാൻ പോയി തിരിച്ചു വന്നല്ലോ, നിങ്ങളല്ലേ പേടിച്ചെന്ന്. എന്തുകൊണ്ടാണ് അവന് പറ്റാതിരുന്നത്? അപ്പുറത്ത് അമ്മാമ്മ ഇന്ന് ഉയർത്തണ ജപമാലയുടെ ശക്തിയാണ്, പക്ഷെ അതാ മകന് തിരിച്ചറിയുന്നില്ല. അതാണ് ഇന്ന് നമ്മുടെ തലമുറയുടെ കാര്യം. അതായത് പാരൻസ് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടിക്കൊടുക്കുമ്പോൾ ഇത് ഏത് വഴിക്ക് കിട്ടിയെന്നുള്ളത് അവർ തിരിച്ചറിയില്ല. പക്ഷേ ഈ മക്കളൊക്കെ തിരിച്ചറിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ നാടുകളിലേക്കൊക്കെ പോയ യൂത്ത് കുറച്ച് പേരെന്നെ വിളിക്കും. കാരണം കടം വാങ്ങിയിട്ട് അവർ ഇവിടേക്ക് പോയേ, അവിടെ ചെന്നപ്പോൾ വിചാരിച്ച പോലെ ജോലി കയറാൻ പറ്റിയില്ല.
ജോലി കയറാൻ പറ്റിയില്ല. അപ്പോൾ അവർ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, സിസ്റ്ററെ വന്നതുപോലെ ഒന്നും നടന്നില്ല എന്ന്. അങ്ങനെ നമ്മളോട് പറയുമ്പോൾ ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കും. ഇന്ന മേഖലയൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടല്ലോ, അവർ തയ്യാറാ ആ സമയത്ത് അവരത് ക്ലിയർ ചെയ്ത് ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയുന്ന ഒറ്റ കാര്യമാണ്, സിസ്റ്ററെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കൂ. നമ്മളോട് ചോദിക്കും. തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇതെന്താ നമുക്ക് വ്യക്തമാക്കി തരണേന്നറിയോ? നമ്മൾ ഈ നടത്തുന്ന പരിഹാരം, പ്രാർത്ഥന, ത്യാഗം അതൊന്നും വെറുതെ പോണില്ല. തിരിച്ചു കിട്ടണ സമയത്ത്, തരേണ്ട സമയത്ത് തമ്പുരാൻ അത് ആ മക്കളിലൂടെ തിരിച്ചു തരും. അതുകൊണ്ട് ഒരിക്കലും ഇപ്പോൾ അവരങ്ങനെയല്ലേ എന്ന് നമ്മൾ ആരും ഓർത്ത് വിഷമിക്കേണ്ട. തമ്പുരാൻ്റെ മുൻപിലാണ് നമ്മുടെ കണ്ണീര് വീഴുന്നത്, അല്ലേ? തമ്പുരാൻ്റെ മുമ്പിലാണ് കണ്ണീര് വീഴുന്നത്. വചനം അങ്ങനെയല്ലേ പറഞ്ഞിരിക്കണേ സങ്കീർത്തനത്തിൽ? നിൻ്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. വചനം സത്യ ശേഖരിച്ചിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അവരെ പിടിക്കേണ്ട സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിടിച്ച് ക്ലിയർ ചെയ്യേണ്ട മേഖലകൾ ആരിലൂടെയെങ്കിലും ക്ലിയർ ചെയ്ത് ദൈവത്തിൻ്റെ മകനും മകളാക്കി ജീവിക്കാൻ ഏബിളാക്കും, കഴിവുറ്റവരാക്കും. അത് 100% ഉറപ്പാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ കാര്യം പറയുന്നത്. ഇങ്ങനത്തെ മക്കളെ ഞാൻ കണ്ട് പുറത്തു പോയവരെന്നെ വിളിച്ച് സംസാരിച്ച് അവരിന്ന് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അവർ കല്യാണം കഴിച്ചൊരു ഫാമിലി ആയ, അല്ലെങ്കിൽ അവരൊരു വൈദികനോ ഒരു സിസ്റ്റർ ആയാലോ, ഇരട്ടി പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വിധത്തിൽ അവർ ജീവിക്കും. 100% ഉറപ്പ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ കണ്ണുനീരിൻ്റെ മക്കൾ ഒരിക്കലും നഷ്ടപ്പെടില്ല. അതാണ് അഗസ്തീനോസ് പുണ്യവാളൻ, മോണിക്ക പുണ്യവതി. ഒരിക്കലും നഷ്ടപ്പെടില്ല, തിരിച്ചു തരും. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അമ്മമാരാരും ഇപ്പോൾ ഇങ്ങനെയാണ് പോണ് എന്ന് വിചാരിച്ച് വേദനിക്കണ്ട. അവരെ നമുക്ക് ഇരട്ടി ചൈതന്യം, ഇരട്ടി പങ്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ളവരായിട്ട് തിരിച്ച് തരും. ദൈവത്തിൻ്റെ വചന, ദൈവത്തിൻ്റെ വാഗ്ദാനം അതൊരിക്കലും മാറില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, നമ്മുടെ കണ്ണുനീരോട് കൂടിയുള്ള പ്രാർത്ഥന, പരിഹാരം, വിശുദ്ധ കുർബാന സമർപ്പിക്കൽ, കാണൽ, ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യുക. സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമയത്തിൻ്റെ പൂർത്തിയിൽ നമ്മുടെ മക്കളെ എത്തേണ്ടടുത്ത് എത്തിച്ചിരിക്കും. ഈ വചനങ്ങളുടെയൊക്കെ അഭിഷേകത്തിൽ നമ്മുടെ മക്കൾ വളരും. അപ്പോൾ എപ്പോഴും, പ്രത്യേകിച്ച് ഈ സമയം ഞാൻ ഈ കാറ്റീസത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചത്, കാറ്റീസൊക്കെ പുതിയതായി തുടങ്ങണതാണ്. +2 കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കൾ അതിലില്ല. പക്ഷെ ഈ സമയത്തൊന്നും അവരോട് എന്ത് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം റബ്ബർ ബന്ധ് പോലെ തിരിച്ചു വരുന്നു. ഈ വചനം നടന്നുകൊണ്ടിരിക്കുക. ഈ വചനം ഇന്ന് നമ്മുടെ തലമുറകളിൽ അതിൻ്റെ പൂർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സുവിശേഷമോ ദൈവത്തിൻ്റെ വചനം ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു കൊച്ച് പാരൻസിനെ അനുസരിക്കാത്തത് അങ്ങനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ സങ്കടം തോന്നി. ശരിക്കും എത്രയോ പറയണേ അവൻ്റെ പപ്പയും മമ്മിയും, അവനൊന്ന് കേട്ടൂടെ, ഇന്നല്ലെങ്കിൽ നാളെ വിടാം, എല്ലാ ഓപ്ഷനും അവർ കൊടുക്കുന്നുണ്ട്. ഇന്ന് പോകണ്ട, ഇന്ന് നല്ല മഴയാണ്, അല്ലെങ്കിൽ ഇന്ന് അങ്ങനെ പോകരുതെന്ന് പറഞ്ഞ ദിവസം, ഇത്രയേ അവർ പറയുന്നുള്ളൂ. അതുപോലും മനസ്സിലാക്കാൻ വിധത്തിൽ പറ്റില്ല. കാരണം അവരുടെ ഈ മൈൻഡിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ മക്കളുടെ മൈൻഡ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും റാഷണൽ തിങ്കിങ്ങാണ്, റീസണോടുകൂടി ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഇവരോട് പോകണ്ട, ഇന്ന് നീ പോകണ്ട എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കണം, ഇന്ന് പോയാൽ എന്താ കുഴപ്പം? ആ സ്ഥലത്ത് ഒരു കുഴപ്പമില്ല, അവിടെ ഒരു വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടില്ല, അവിടെ മഴയില്ല, പിന്നെ പോയാൽ എന്താ കുഴപ്പം? അവരുടെ മൈൻഡ് അങ്ങനെയാണ്. റീസൺ അനുസരിച്ച് അവർ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കണ അവരുടെ മൈൻഡിനെയാണ് ഈ ലോകത്തിൻ്റെ അധിപന്മാർ കെട്ടിവെച്ചിരിക്കണേ. റാഷണൽ തിങ്കിങ് മൈൻഡിലവരെ, അവർക്ക് റീസൺ വേണം. 3 കാര്യം ചെയ്യും. ഒന്ന്, റീസൺ അനുസരിച്ച് അവർ ചിന്തിക്കും. പിന്നെ അതനുസരിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവരുടെ അഭിരുചികളില്ലേ, അവരുടെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, അതൊക്കെ അതനുസരിച്ച് അവർ ക്രിയേറ്റ് ചെയ്യും. മൈൻഡ് അനുസരിച്ചാണ് അവർ ക്രിയേറ്റ് ചെയ്യാം. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആ മൈൻഡ് അനുസരിച്ച് മക്കൾ അവരുടെ അഭിരുചികൾ ക്രിയേറ്റ് ചെയ്യുക, അവരുടെ ഇഷ്ടങ്ങൾ അവർ സെലക്ട് ചെയ്യുക. രണ്ടാമത് അവരുടെ ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായം എല്ലാം അവരുടെ മൈൻഡ് അനുസരിച്ചായിരിക്കും. അവരുടെ പെർസെപ്ഷൻസ്, വീക്ഷണങ്ങൾ, അതെല്ലാം അവരുടെ മൈൻഡ് അനുസരിച്ചാണ്. ഈ മൈൻഡിനെയാണ് 2 കൊരിന്തോസ് 4:4 പ്രകാരം കീഴടക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വെറുതെ വിളിച്ചാൽ കിട്ടുമോ? വെറുതെ പറഞ്ഞാൽ കേൾക്കുമോ? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഒരു മാതാപിതാക്കളും സാധാരണ രീതിയിൽ മക്കളുടെ അടുത്ത് പോകാം എന്ന് വിചാരിക്കേണ്ട. സാധാരണ ഉപദേശം കാര്യങ്ങൾ കൊണ്ട് ഇന്നത്തെ തലമുറേനെ നമുക്ക് കിട്ടില്ല. പക്ഷേ
തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ആയുധ പ്രാർത്ഥന, പരിത്യാഗ, ഉപവാസം. ഈ ആയുധമൊക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളത് എടുത്തുകൊണ്ടിരുന്നാൽ മതി. കറക്റ്റ് സമയം അവർ തിരിഞ്ഞ് നമ്മുടെ അടുത്ത് എത്തും. അവരെ വേണ്ട രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചോളും. അപ്പോൾ അതിനുള്ള കൃപ നമുക്ക് മാതാപിതാക്കൾക്ക്, വൈദികർക്ക്, സിസ്റ്റേഴ്സിന്, കാറ്റിസം പഠിപ്പിക്കുന്നവർക്കൊക്കെ ലഭിക്കാൻ, ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ച് തലമുറേനെ തിരിച്ചു പിടിക്കാൻ കൊടുക്കുന്നത് അവരിലേക്ക് കയറണം. എൻ്റെ കടമ ഞാൻ ചെയ്തു എന്ന് വിചാരിച്ച് പോന്നാൽ പോരാ. ആ കടമ ചെയ്തതിൻ്റെ ഫലം അറിയണം. നാളെ നമ്മുടെ മക്കൾ നന്നായി ജീവിക്കണം. ഞാൻ കാറ്റിസം പഠിപ്പിച്ച കുട്ടി, ഞാൻ സ്കൂളിൽ പഠിപ്പിച്ച കുട്ടി നല്ല രീതിയിൽ ഭാവി ജീവിതം നയിക്കുന്നു എന്ന് കേൾക്കുന്നതല്ലേ സന്തോഷം. അവരാരുടെയെങ്കിലും കൂടെയൊക്കെ പോയി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പറ്റുമോ? ഇല്ല. അറിയാതെയെങ്കിലും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും, ഞാനൊരു ക്ലാസ്സിൽ അവനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആരോടും പറയില്ല, പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലത് ഓർമ്മ വരും. അത് ഓർമ്മ വരുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. കാരണം നമ്മുടെയൊക്കെ ഏതോ പ്രാർത്ഥനയുടെ, പരിത്യാഗത്തിൻ്റെയൊക്കെ കുറവ്, നമ്മൾ സംസാരിക്കേണ്ടതിൻ്റെ കുറവ്, സംസാരിക്കണം അവരോട്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് നിൽക്കുന്ന നമ്മൾ അവരോട് ഒരു വാക്ക് പറഞ്ഞ് അവർ പോവില്ല അതിൽ നിന്ന്. അത് നമ്മളിപ്പോൾ അങ്ങനെ അഭിഷേകമുള്ള വൈദികരുടെ അടുത്ത് കൊണ്ടുപോയി അവരൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇവർ പറയുമല്ലോ കാര്യങ്ങൾ, ഇല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ചെയ്യാൻ പറ്റും. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ഉള്ളതാണ്. വൈദികർക്ക്, സിസ്റ്റേഴ്സിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കുമായിട്ട് തമ്പുരാൻ വാഗ്ദാനം ചെയ്തതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ എടുത്ത് ശരിക്കും ഉപയോഗിക്കണം. നമുക്ക് നൂതന വിദ്യയും കാര്യങ്ങളും ഒന്നും അറിയില്ല. അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവർ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ വാക്കിന്, എൻ്റെ സംസാരത്തിന്, എൻ്റെ നടത്തത്തിന്, എൻ്റെ പെരുമാറ്റത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണെങ്കിൽ എല്ലാം സാധ്യമാണ്. ഞാനൊക്കെ വീട്ടിലായിരിക്കുമ്പോൾ CLCയിലൊരു പ്രാർത്ഥനയുണ്ട്. എനിക്ക് വേണ്ടി നടക്കാൻ എൻ്റെ കൈകളല്ലാതെ നിനക്ക് വേറെ കൈകളില്ല. എനിക്ക് ആ പ്രാർത്ഥന ഓർമ്മ വന്നു പെട്ടെന്ന്. കാരണം പാദം, കൈ, കാല് അതെല്ലാം നമ്മളല്ലാതെ പരിശുദ്ധാത്മാവിന് ഇല്ല. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മൾ നിറഞ്ഞ് നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സംസാരം എല്ലാം നിറയുമ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന മക്കൾ അതേപോലെ അവിടെ നിൽക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തമായ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മ ജീവിതം മുഴുവനും ദൈവഹിതത്തിന് കീഴ്പ്പെടാൻ വിധത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നു. ആ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെയൊക്കെ മക്കള് എല്ലാം വിശുദ്ധിയിൽ, വിശ്വാസത്തിലൊക്കെ വളരുവാൻ വേണ്ടി അവരൊക്കെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യുവജനങ്ങളെ എല്ലാം ദൈവികതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വിധത്തിൽ ശക്തമായ ശുശ്രൂഷകൾ കൂടുതൽ ഈ ലോകത്തെ ഈ കാലഘട്ടത്തിൽ ഉയർത്തപ്പെടാൻ വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.